തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസുതാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്ത എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് ഈ നാളുകൾ അത്രയും തൻ്റെ ജനത്തെ നയിക്കത്തക്കോണം ഈ പ്രോഗ്രാമിൽ കൂടി ഇടയാക്കിയ വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവേ, എൻ്റെ കൃപ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിൽ മേലുണ്ടായിരിക്കുക പ്രാർത്ഥിക്കുന്ന കർത്താവ്, വചനം മേൽ ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജനം അങ്ങയുടേതാണ്, വചനം അങ്ങയുടെ, അടിയൻ അങ്ങയുടെ കർത്താവേ, അങ്ങയുടെ കൃപയിൽ അടിയനെ ബലപ്പെടുത്തി കർത്താവ് വചനം ലളിതമായി തൻ്റെ ജനത്തിലെത്തിക്കുവാനും വചനത്തിൽ ഉറപ്പിക്കുവാനും അവിടുത്തെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ചും ഈ നാളുകളിൽ കർത്താവെ സംഘർഷത്തിൻ്റെ മധ്യത്തിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ സ്വാന്തനം കർത്താവ് ഞങ്ങൾക്ക് വചനത്തിൽ കൂടെ ലഭ്യമാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കണ്ടത്തോടുണ്ട്, ശബ്ദത്തോടുണ്ട്, വാക്കുകളോട്, വചസ്സുകളോടും ഉണ്ടായി കർത്താവെ, എൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് യേശുവിന്റെ പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഈ നാളുകൾ അത്രയും വഴി നടത്തുകയും ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരത്തക്കോണം ദൈവം നമുക്ക് ഒരുക്കുന്ന നന്മകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവിക കൃപകളിൽ നിലനിൽക്കുവാനും ദൈവിക കൃപകളിൽ ബലപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തൻ്റെ രണ്ടാം വരവിനെ ഒരുക്കത്തക്കോണം ആകുന്ന ജനമായി തീരുവാനാണ് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞുപോയി പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ പലപ്പോഴും നാം അനേകമായ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളാണ്. നാം വ്യക്തിഗത ജീവിതത്തിലും പല കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ വർഷത്തിൽ മാറ്റണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പോയ പോലെ അല്ല ഈ വർഷത്തിലേക്ക് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കൃപകളാൽ ഒരു വർഷം ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തി. ഈ പുതുവർഷത്തിലേക്ക് നാം കടക്കുവാൻ ആരംഭിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ മേഖലകളിൽ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ലോകത്തിൻ്റെ ചുറ്റുപാടും നോക്കുമ്പോൾ സംഘർഷം നിറഞ്ഞ ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നാമും നിങ്ങളും ജീവിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അന്ത്യകാലത്തിൻ്റെ പല കാര്യങ്ങളുടെ ആരംഭം കുറിച്ചതായി നാം ചിന്തിക്കുവാൻ ഇടയാകും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികൾ, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രതിസന്ധികൾ, രാജ്യം തമ്മിലുള്ള പ്രതിസന്ധികൾ, ഇങ്ങനെ ഓരോന്നായിട്ട് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ലോകം കടന്നു പോകുന്നു. സ്നേഹബന്ധമായാലും മാതാപിതാക്കളുടെ ബന്ധമായാലും കുടുംബജീവിത ബന്ധമായാലും എന്തിന് ആത്മീയ ബന്ധങ്ങൾ പോലും ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മധ്യത്തിൽ യഹോവയായ ദൈവം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വചനത്തിൽ കൂടെ ഈ സമയത്ത് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24:5 ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അനേകർ എന്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. ഇന്ന് ആത്മീയ മേഖലകളിൽ നാം കണ്ടുവരുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത് അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച്, പ്രത്യേകിച്ചും ഇന്നത്തെ സാമൂഹ്യ മേഖലകളിൽ അതിർവരമ്പുകളില്ലാതെ ഏത് സ്ഥലത്തേക്കും സാമൂഹ്യ മേഖലകളിൽ കൂടെ എത്തിക്കുവാൻ കഴിയുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ലോകത്തെ വഴിതെറ്റിക്കുന്ന ഒരു ആത്മീയ മണ്ഡലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇപ്രകാരമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അവർ ഓടി ചെല്ലുകയാണ്. ഇപ്രകാരമുള്ള എത്രയോ ദൃശ്യമാധ്യമങ്ങളുടെ പകർപ്പ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം ഒരു അത്ഭുതം നടന്നു, ഇവിടെ ചെന്നപ്പോൾ നമുക്ക് സാമ്പത്തികമായ വലിയ സ്രോതസ് ഒരുക്കപ്പെട്ടെന്നൊക്കെ. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഉള്ളടക്കം ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന മത്തായിയുടെ സുവിശേഷം 24:5 പറയുന്ന കാര്യത്തിൽ ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും.
ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന സുവിശേഷങ്ങളാണ് ഇവയൊക്കെ. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആത്മീയ മേഖലകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വഴിയിൽ എവിടെയാണ് കുറവും വീഴ്ചകളെന്ന് മനസ്സിലാക്കിയത് തിരുത്തുന്ന ഒരു സുവിശേഷകരണമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അല്ലാതെ സമ്പന്നതയുടെ സുവിശേഷമല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഇന്ന് അനേകർ ആഗ്രഹിക്കുന്നത് സമ്പന്നതയുടെ സുവിശേഷമാണ്. അതിലേക്കാണ് അനേക ജനങ്ങൾ പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വർഷങ്ങൾക്ക് മുമ്പ്, ആണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്, ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കുന്നു. ഇന്ന് ആ അവസ്ഥയിലാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഇപ്രകാരം കർത്താവ് പറയുവാനുള്ള കാരണം എന്തെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24:1-2 വായിക്കുമ്പോൾ, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ അവനെ ദേവാലയത്തിന്റെ പണി കാണിച്ചു കൊടുക്കേണ്ടതിന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിനെ ആ മനോഹരമായ യെരുശലേം ദേവാലയത്തെ പറ്റി കാണിക്കുവാൻ ശിഷ്യന്മാർ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തവണ്ണം ആ ദേവാലയമായി തീരും. അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇന്നും പലപ്പോഴും ദൈവവചനം നമ്മുടെ കരങ്ങളിൽ പിടിക്കുമ്പോൾ, ദൈവവചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എത്രമാത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായത് സ്വീകരിക്കുവാൻ എത്രമാത്രം നാം തയ്യാറാകുന്നുണ്ട്. നമ്മുടെ താൽക്കാലികമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, താൽക്കാലികമായ സമാധാനത്തിനു വേണ്ടി, താൽക്കാലികമായ ഉന്നതത്തിനു വേണ്ടി പലപ്പോഴും നാം എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ എത്രമാത്രം ദൈവികമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ദൈവത്തിൻ്റെ സുവിശേഷകരണം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കെന്ന് പറയുമ്പോൾ ലോകമറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുക, അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുക, അന്ധകാരം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശം എത്തിക്കത്തക്കോണം നാം പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. അവിടെ മുമ്പോട്ട് വായിക്കുമ്പോൾ 24:3-4 വായിക്കുമ്പോൾ, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമേ എന്നപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് കഴിഞ്ഞ് പറയുന്ന കാര്യമാണ്, ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കുമെന്ന്. ഇത്ര വ്യക്തമായിട്ട് കർത്താവിൻ്റെ കാലയളവിൽ തന്നെ അറിയാമായിരുന്നു തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു ജനസമൂഹം അല്ലെങ്കിൽ വ്യക്തികൾ ഉയരുമെന്ന്. തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിയോഗിയുടെ തന്ത്രങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. വചസ്സുകൾ വ്യത്യസ്തമായ രീതിയിൽ ജനത്തിനെ കേൾപ്പിക്കുന്ന അവസ്ഥ, യഥാർത്ഥമായ വചസ്സുകളുടെ ഉള്ളടക്കം അല്ലാതെ ആ താൽക്കാലികമായ സന്തോഷത്തിനും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള തിരക്കം പായുന്ന ജനത്തിനെ വശീകരിക്കുന്ന വാക്കുകൾ. യഥാർത്ഥത്തിൽ ഇതൊരു വശീകരണമല്ലേ? വശീകരണം ദൈവത്തിൽ നിന്നല്ല, എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. വശീകരണം ദൈവത്തിൽ നിന്നുള്ളതല്ല. കാരണം വശീകരണം എപ്പോഴും പ്രതിയോഗിയിൽ നിന്നാണ്. വശീകരണം എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിന് കാണുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണിച്ച് അവരെ വഴിതെറ്റിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ മനുഷ്യർ എന്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ കേൾപ്പിച്ച് അവരെ വഴിതെറ്റിക്കുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ദൈവം എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ കേൾക്കുവാൻ നാം പരിശ്രമിക്കുന്നത്, മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കുന്നത്, ഗ്രഹിക്കുവാൻ നാം പരിശ്രമിക്കുന്നത്?
ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ദൈവം ഈ നിമിഷം വരെ നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തി. നമുക്കറിയാം, ഏകദേശം 3 വർഷം മുൻപ് ഭയത്തിൻ്റെയും ഭീതിയുടെയും മധ്യത്തിലായിരുന്നു ഇപ്രകാരമുള്ള ദിവസങ്ങൾ ജനം കടന്നുപോയത്. നാളെ പറ്റിയല്ല, അടുത്ത നിമിഷത്തെ പറ്റി ഭയമായിരുന്നു. ആ മഹാമാരിയുടെ ഭയം ഇന്ന് ലോകത്തിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ ആ മഹാമാരിയുടെ കാലയളവിൽ ദൈവത്തോട് അടുക്കുവാൻ ഒരു ജിജ്ഞാസയുള്ള ജനസമൂഹമുണ്ടായിരുന്നു. രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കുക, യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതിയോഗിയും അവിടെയും വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇന്ന് അതിർവരമ്പുകളില്ലാതെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സുവിശേഷകരണത്തിൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും പ്രതിയോഗി തൻ്റെ വ്യക്തികളെ ഉപയോഗിച്ച് മായം നിറഞ്ഞ സുവിശേഷകരണമാണ് നടത്തുന്നതെന്ന് പലപ്പോഴും മറന്നുപോകാറുണ്ട്. നാം കേൾക്കുന്ന വചസ്സുകൾ ദൈവത്തിലേക്കാണോ നമ്മളെ നയിക്കുന്നത്, കർത്താവിലേക്കാണോ നമ്മെ നയിക്കുന്നത്, അതോ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരിലേക്കാണോ നയിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രഭുക്കന്മാരിലേക്ക് നയിക്കുന്ന ഒരു സുവിശേഷകരണവും ദൈവത്തിൽ നിന്നല്ലെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ദൈവത്തിൽ നിന്നുള്ള, കർത്താവിൽ നിന്നുള്ള സുവിശേഷം കർത്താവിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ, മറ്റാരിലേക്കും അത് നയിക്കുകയില്ല. അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട കാര്യം. കർത്താവിലേക്ക് നയിക്കാത്ത ഏത് സുവിശേഷകരണവും അത് ഏത് മാധ്യമങ്ങൾ കൂടെ ആയിക്കൊള്ളട്ടെ, അവിടെ ഒരു കുറവുണ്ട്. ആ കുറവെന്ന് പറഞ്ഞാൽ കർത്താവ് ആ സുവിശേഷകരണത്തിൻ്റെ ഇല്ല. കാരണം ഇവിടെ വ്യക്തമായി കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുതന്നെയാണ് അപ്പോസ്തലന്മാരോട് പറയുന്നത്, നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ, താഴെ സുവിശേഷം 24:6 വായിക്കുമ്പോൾ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലയളവിൽ പ്രതിസന്ധികൾ നിറഞ്ഞ യുദ്ധമേഖലകൾ നമ്മുടെ ചുറ്റും എത്രയോ നാം കേൾക്കുന്നുണ്ട്. വംശനാശകരണമുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 വർഷമായി നടക്കുന്ന യുദ്ധങ്ങളുണ്ട്, മാസങ്ങളായി നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങൾ ഇനിയും വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമുള്ള ശ്രുതികൾ നാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ചഞ്ചലപ്പെടാതിരിക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ഇപ്രകാരം എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കുമെന്ന് എത്ര വ്യക്തമായി സുവിശേഷകരണത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് ദൈവവചനത്തിൽ. എന്നിട്ടും ഇന്നും ഈ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന ജനമധ്യത്തിലാണ് നാമും നിങ്ങളും ജീവിക്കുന്നത്. ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ, ഇത് യഥാർത്ഥമായ കാര്യങ്ങളാണോ എഴുതിയിരിക്കുന്ന ചോദിക്കുന്ന അവസ്ഥകൾ. പക്ഷേ ലോകത്തിൽ എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. നാം അനേക പുസ്തകങ്ങൾ വായിക്കും, പക്ഷേ യഥാർത്ഥമായ രൂപാന്തരം നൽകുന്ന പുസ്തകം ദൈവവചനം മാത്രമാണെന്നുള്ള എത്രയോ സാക്ഷ്യങ്ങൾ നാം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ജനമധ്യത്തിൽ ഇതിനെ പറ്റിയുള്ള സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ നാം ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവവചനത്തിനെ പറ്റി മനസ്സിലാക്കുവാനുള്ള വിവേകം നമുക്ക് നൽകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. 7-ാം വാക്യം വായിക്കുമ്പോൾ, ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധിയും അവിടെ ഉണ്ടാകും. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന കാലത്തിലല്ലേ നാം ജീവിക്കുന്നത്? ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന്? ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളല്ലേ? ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തല്ലേ? ദൈവം നൽകിയിരിക്കുന്ന ഓരോ സാഹചര്യമല്ലേ? തൻ്റെ ജനത്തോട് കരുണയുണ്ടായ ദൈവം അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ജനം തൻ്റെ പിതാവിനെ മറന്ന അവസ്ഥയാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാറില്ല. ലോകപ്രകാരം അപ്രകാരം തന്നെയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതെല്ലാം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജനിച്ച് വളർന്ന് മുൻപോട്ട് വരുമ്പോൾ പലപ്പോഴും
അവർ തൻ്റെ മാതാപിതാക്കളെ മറക്കുന്ന അവസ്ഥകളിലേക്ക് നയിക്കുന്നത് പോലെ ഇന്ന് ജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും ആ അനുഗ്രഹങ്ങളാണ് അവരുടെ ജീവിതമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ നാം കാണാറുണ്ട്. 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇതൊക്കെയും പ്രസവവേദനയുടെ ആരംഭമത്രേ. പ്രസവവേദനയുടെ ആരംഭമത്രേ. ഒരു സ്ത്രീക്കറിയാം പ്രസവ വേദനയുടെ ആരംഭം. ചിലപ്പോൾ ഒരു 10 നിമിഷം കാണും, പക്ഷെ ചിലപ്പോൾ 24 മണിക്കൂർ വേദനയിൽ കടന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതിനൊരു കാലയളവില്ല. അത് 5 മിനിറ്റ് ആകാം, 10 നിമിഷമാകാം, 24 മണിക്കൂറൊന്നും ആയിരിക്കാം. പക്ഷേ ആ പ്രസവ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ആ വേദനയുടെ കാഠിന്യം അറിയാവുന്ന പോലെ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നു, നാം ഇനി മുമ്പോട്ടുള്ള നാളുകളിൽ അപ്രകാരമുള്ള കാഠിന്യം നിറഞ്ഞ ജീവിതയാത്രയിലായിരിക്കും കടന്നു പോകാൻ ഇടയാകുന്നത്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുവാൻ, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തുമെന്ന് പറയുവാൻ, എൻ്റെ കർത്താവ് മാത്രമാണ് എൻ്റെ രക്ഷിതാവെന്ന് പറയുവാൻ നാം എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയേണ്ട സമയമായിരിക്കുന്നു. സുവിശേഷകരണമാണ് ഇനി മുമ്പോട്ടുള്ള നാളിൽ കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. 9-ാം വാക്യം വായിക്കുമ്പോൾ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സകല ജനതകളും നിങ്ങളെ വെറുക്കും. എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ദേശത്ത് കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്നവരെ വെറുക്കുകയും ഉപദ്രവിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ വരെ നാം കണ്ടിട്ടുണ്ട്. നമ്മളെ വെറുക്കുന്ന അവസ്ഥ, ജനം നമ്മളെ തള്ളിപ്പറയുന്ന അവസ്ഥ. എന്തുകൊണ്ട്? നാം സാക്ഷ്യം വഹിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടിയാണ്. വെളിച്ചത്തിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് അത് സ്വീകരിക്കുവാൻ കഴിയുകയില്ലെന്ന് എപ്പോഴും മനസ്സിലാക്കണം. കാരണം അന്ധകാരത്തിനെ കീറി മുറിക്കുന്ന കാര്യമാണ് വെളിച്ചം. കർത്താവായ വെളിച്ചത്തെപ്പറ്റി നാം സാക്ഷീകരിക്കുമ്പോൾ ആ വെളിച്ചം അനേകരുടെ ജീവിതത്തിലെ അന്ധകാര പ്രവർത്തികളെ ലോകത്തിലേക്ക് കാണിക്കുവാൻ ഇടയാകുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് അവർ നമ്മെ വെറുക്കുകയും നമ്മെ ഉപദ്രവിക്കുകയും നമ്മെ ഉന്മൂലനാശമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് നാം ചിന്തിക്കണം. പക്ഷെ അതിൻ്റെ മധ്യത്തിലൊക്കെ എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ രാജ്യത്തിനായി പ്രവർത്തിക്കുന്നവരായി നാം ഓരോരുത്തരും ആയിത്തീരുമെന്നും അറിഞ്ഞുകൊള്ളുക. 10-ാം വാക്യം വായിക്കുമ്പോൾ, പലരും വീണുപോകുകയും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. ഇന്നത്തെ ആധുനിക ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഇത്. വീണുപോകുന്ന അവസ്ഥ. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ടെങ്കിലും ഓട്ടം തികച്ച് ബിരുദ പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി സ്വയം പ്രവർത്തിച്ച് അനേകർ മുൻപോട്ട് വന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ കാൽച്ചുവടുകൾ എവിടെയോ പതറിപ്പോയ അവസ്ഥകൾ, അവരുടെ ചിന്തകളിൽ എവിടെയോ മാലിന്യം പകർന്ന അവസ്ഥകൾ, ദൈവത്തിൻ്റെ കൃപകളിൽ നിന്ന് വീണ അവസ്ഥകൾ. പലപ്പോഴും അത് കാണുവാൻ കഴിയാതെ പോകുന്നത് അവരെ പ്രതിയോഗി അന്ധതയിലേക്കാണ് നയിക്കുന്നത്. അവർ ചെയ്യുന്നതെല്ലാം യഥാർത്ഥമായ ദൈവവേലയാണെന്നുള്ള വ്യാമോഹം അവരുടെ മനസ്സിൽ നൽകുമ്പോൾ അവർക്ക് സത്യത്തിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കാരണം സത്യം മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള വ്യക്തമായ കാര്യമാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഓൺലി ട്രൂത്ത് ക്യാൻ മേക്ക് യു ഫ്രീ. But to understand that truth, we need to first change ourselves, our life. We need to find that there are follies in our life. Then only we can say what is missing from our life. പക്ഷേ ഇന്ന് ആ സത്യത്തിനെ കണ്ടെത്തുവാൻ, കാണുവാൻ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ജനത്തോടാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്. ആ ജനത്തോടാണ് നാം സുവിശേഷം നടത്തേണ്ടത്. ആ ജനത്തെയാണ് വീണ്ടെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആരും നഷ്ടപ്പെട്ടു പോകല്ലെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, കർത്താവിൻ്റെ വേലയ്ക്കായി ഒരുങ്ങുവാൻ വേണ്ടി. 11-ാം വാക്യം വായിക്കുമ്പോൾ, അനേകം കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അവർ അനേകരെ വഴിതെറ്റിക്കും. കർത്താവിലേക്ക് നയിക്കാത്ത ഏത് ഇടയന്മാരായാലും, അല്ലെങ്കിൽ ഏത് പ്രവർത്തനമായാലും, ഏത് പ്രസ്ഥാനമായാലും മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സുവിശേഷകരണമല്ല നയിക്കുന്നത്.
കർത്താവ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന സുവിശേഷ കർണത്തിൽ കർത്താവ് മാത്രമായിരിക്കും അതിൻ്റെ കേന്ദ്രബിന്ദു. കർത്താവിലേക്ക് മാത്രമേ അത് നയിക്കുകയുള്ളെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. 12-ാം വാക്യം വായിക്കുമ്പോൾ, അധർമ്മം പെരുകുന്നതുകൊണ്ട് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് ഇന്ന് ലോകത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അധർമ്മം പോലും ന്യായത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവണതയാണ് കാണുന്നത്. വിവാഹ മേഖലകളിൽ നാം കാണുന്ന കാര്യങ്ങളെന്ന് എത്രയോ രാജ്യങ്ങൾ അധർമ്മമായ വിവാഹത്തിന് ന്യായത്തിൻ്റെ സംരക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ നാം കാണുന്നു. സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥ എന്തുകൊണ്ട്? കുടുംബജീവിതത്തിൽ അധർമ്മങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. ചിന്തകളിലും പ്രവർത്തികളിലും അധർമ്മങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. പൊയ്മുഖം നിറഞ്ഞ സ്നേഹബന്ധങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥകൾ കുടുംബജീവിതം നയിക്കുന്ന അവസ്ഥകളായി മാറിയിരിക്കുന്നു. 13-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്രകാരമൊക്കെ സാഹചര്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടം തികയ്ക്കുക മാത്രമല്ല, ഓട്ടം തികച്ച് ബിരുദ പ്രാപിക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുവാനിടയാകും. 24-14 വായിക്കുമ്പോൾ, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജനതകൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതാണ് ഇന്ന് ഈ കാലയളവിൻ്റെ ആവശ്യം. അതാണ് രാജ്യത്തെ ഈ സുവിശേഷം സകല ജനതകളോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കണമെന്നാണ് ആഹ്വാനം. അതിനായാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളിൽ കൂടെ ഈ കാര്യങ്ങൾ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരം സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എല്ലാ ജാതികളിലും എല്ലാവരുടെയും ജീവിതത്തിൽ അത് കേൾക്കുവാൻ ഇടയാകുമ്പോൾ അപ്പോൾ മാത്രമാണ് അവസാനം. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തി പോലും പറയുവാൻ ഇടയാക്കാൻ, അതായത് ഞാനിത് കേട്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേനെ. അതിനായാണ് ദൈവം ഒരു ആഹ്വാനം നൽകിയാണ് ആ പ്രവർത്തന മേഖലയിലേക്ക്. മത്തായിയുടെ സുവിശേഷം 28-19-20 വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യരാക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം നമ്മോട് കൂടെ വസിക്കുന്ന കർത്താവാണ് ഈ ആഹ്വാനം നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ ജനതകളോടും തൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ആ ആഹ്വാനത്തിലേക്കാണ് ഈ സമയത്ത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. അത് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 16-15 പറയുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം സകല സൃഷ്ടികളോടും പ്രസംഗിക്കുവാൻ, സുവിശേഷീകരണം ചെയ്യുവാൻ വേണ്ടിയാണ് ആഹ്വാനം. പുതുവർഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നാം പരിശ്രമിക്കണം. ലജ്ജ കൂടാതെ കർത്താവിനെ സാക്ഷീകരിക്കുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പ്രയത്നം ആരംഭിക്കണം. കാരണം കർത്താവിൻ്റെ 2ാം വരവിനായി തൻ്റെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനമാണ് ഈ വർഷത്തിലേക്ക്. അതിനായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മളെ ഓരോരുത്തരെ ഏറ്റവും അനുഗ്രഹപൂർണമായ വഴി നടത്തിയെങ്കിൽ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ
ഈ വലിയ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ തലകട മുടക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഖസ്വരസുധാംനാഥ, തോളം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായ സ്തോത്രം. ഞങ്ങളുടെ വിലയിൽ ഞങ്ങളെ കുറവുകളും കണക്കിടാതെ ഈ നാളുകൾ എത്രയും ഞങ്ങളെ ശക്തീകരിച്ച അവൻ കൃപകൾക്കായ സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ, അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനം കണക്കിടാതെ കർത്താവ് നിന്റെ നന്മകളാൽ വഴി നടത്തിക്കൊള്ളണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമീൻ. പുതുവർഷ സെൻറ്ററിൽ നിങ്ങൾക്ക് ഏവർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.